ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല മഴ ദിവസമാണ്, നന്നായിട്ട് മഴ. ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്രാഫ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും മിസ്സാക്കരുത്. വീട്ടിലേക്ക് പോകുന്നൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. നമ്മൾ ചാനൽ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. A4 ആർട്സ് C4 കാർഡ്സിൽ നിന്നും ക്രിയേറ്റീവ് മലയാളമായിട്ട് മാറ്റിയിട്ടുണ്ട്. ലോഗോയും ഇൻട്രോയും ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം, ഒക്കെ റിമെമ്പർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോഴത്തെ പറയുന്ന പോലെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കയ്യിലുള്ള പൊട്ടിയ പാത്രങ്ങളൊക്കെ, അതായത് വിമ്മിൻ്റെയും എക്സോൻ്റെയും ഒക്കെ കണ്ടെയ്നേഴ്സ്, സോപ്പ് കണ്ടെയ്നേഴ്സ് നമ്മൾ കളയാറാണ് പതിവ്. ബിക്കോസ് അതതിന് കനമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എടുത്തിരുന്ന ഒരു സാധാരണ കണ്ടെയ്നറാണ്. ഇത് സൈഡ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നേഴ്സ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വിമ്മിൻ്റെയോ എക്സോൻ്റെയോ ഏത് കണ്ടെയ്നേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയ്ക്ക് പോയാലോ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. സ്കെച്ച് പെൻ യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. നമ്മുടെ കാലാവസ്ഥക്കാർ പറഞ്ഞ പോലെ 3 ദിവസം മഴ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ എൻ്റെ വീട്ടിൽ നന്നായിട്ട് തകർത്ത് പെയ്യുന്നുണ്ട് മഴ. നല്ല പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ്, കാറ്റും ഉണ്ട്. നിങ്ങൾ സേഫായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാർക്കിങ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളും നന്നായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കട്ടറോ സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഫുള്ള് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി കുറച്ചും കൂടി പോർഷനെ കട്ട് ചെയ്യാനായിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ലെങ്ത് ഞാൻ എടുത്തിട്ടില്ല. ഇനി ബാക്കിയുള്ള പോർഷനും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളും കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ചാക്കൻ ചരടാണ്. ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറുള്ള ചാക്കൻ ചരട് ഞാൻ ഓൾറെഡി കളക്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വൂളൻ ത്രെഡ്സ് എടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ വൂളൻ ത്രെഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതൊന്ന് എന്താ പറയുക കവർ ചെയ്യണം. കവർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ലെങ്ത് ആയിട്ടുള്ള ചാക്കൻ ചരട് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ കണ്ടെയ്നറിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ലെയറിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കറക്റ്റായിട്ട് അതിനൊന്ന് എന്താ പറയുക, നമ്മൾ നെയ്തെടുക്കുക എന്ന് പറയും. നെയ്തെടുത്ത് ഏത് വരെ വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് അതിന് മുകളിലേക്ക് അതിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ആക്കിയിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് കൂടെ എടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തത് ഓപ്പോസിറ്റ് ആക്കി വെക്കാം. എന്നിട്ട് നെക്സ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവുകയാണ്. ഇതിൽ ചെയ്യുമ്പോൾ ഇത്തിരി പാടായിട്ട് തോന്നും, പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. ഇതുപോലെ തന്നെ ചെയ്തു പോവുക. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് ഇടയ്ക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിലിപ്പോൾ ലൂസാവാൻ സാധ്യതയുണ്ട്, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അവിടെ വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒടിച്ചു കൊടുക്കാം, പക്ഷേ അതിനേക്കാൾ ഇതിൽ ഉറപ്പ് കെട്ടിടുന്നതായിരിക്കും. ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് 2 റോയും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ റോയും എല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തത് വൂളൻ ത്രെഡ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് അതും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഫുള്ളും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും റോകൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഫുള്ളും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ചാക്കിച്ചിട്ട് ഞാൻ മുകളിലും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ റോകളും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ലെയറും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊരു കൊട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബേസ് കവർ ചെയ്യണം. ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ചാർട്ടിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്ത പീസാണ് ഞാനിപ്പോൾ ഈ ബേസ് കവർ ചെയ്യാനായിട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോത്ത് ആയാലും പഴയ ക്ലോത്ത് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ എഡ്ജസ് ക്ലിയർ ചെയ്യാൻ ഞാനിപ്പോൾ 2 വൂളൻ ത്രെഡ്സും ചാക്ക് ത്രെഡും നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം.
മഴയൊക്കെ തന്നെ തകർത്ത് പെയ്യാനിട്ട് ഇതുവരെയായിട്ടും മഴ ഒന്നും കുറഞ്ഞിട്ടില്ല. നല്ല തിക്നെസ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിപ്പോൾ നല്ല തിക്കായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തൊട്ടിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ എഡ്ജസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് അതിന്. ഇനി നമുക്കിതിനുള്ള കൊട്ടയ്ക്കുള്ള ഹാങ്ങർ റെഡിയാക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കേബിളിൻ്റെ അല്ലെങ്കിൽ സാധാരണ ഒരു വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വയർ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ അത് എടുക്കാവുന്നതാണ്. സ്ട്രോങ് ആയിട്ടുള്ളത് ന്യൂസ് പേപ്പർ ആയാലും എടുക്കാവുന്നതാണ്. ഇത്തിരി കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഞാൻ സെലക്ട് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്കിത് കവർ ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ 2 ത്രെഡ്സും എടുത്തിട്ട് ഇതിനെ റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കവറിങ് ആയിട്ട് കിട്ടിക്കോളും. പിന്നെ അതിനായിട്ട് ഞാൻ ആദ്യം ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ തന്നെ അവസാന ഭാഗത്തും കെട്ടിട്ട് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ഭാഗത്തും ഞാനിപ്പോൾ നന്നായിട്ട് കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ കൊട്ടയിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. കട്ടിയുള്ള കാരണം ഒട്ടാനായിട്ട് നല്ലത് ഫെവി ബോണ്ടാണ്. അത് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 സൈഡും ഫെവിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിതിനെ നമ്മുടെ കൊട്ടയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് വേണ്ടിയല്ല, ഒരു 5 മിനിറ്റ് അങ്ങനെ ഏകദേശം ഒന്ന് ഇരുന്നാലേ പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്ക് ആയിക്കോളും. അപ്പം നമ്മുടെ കൊട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഉണങ്ങിയിട്ടുണ്ട്. ഇത് സൂപ്പറായിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ നമ്മുടെ ആ പൊട്ടിയ പാത്രമൊന്നും തോന്നിക്കില്ല കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്ക് തന്നെയാണ്. ഞാൻ ഇതിൽ കുറച്ച് ഡെക്കറേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ കൊട്ട ഇവിടെ റെഡി ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്, ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എത്ര സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫുള്ളും വേസ്റ്റ് മെറ്റീരിയൽസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകരമായിട്ട് നമ്മുടെ വൂളൻ ത്രെഡ്സിൻ്റെ പല കളേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്തത് ഫുള്ളും വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ. ഈ ഫ്ലവർ വരെ വേസ്റ്റ് മെറ്റീരിയൽ, ഫ്രോക്കിൽ നിന്നും പറിച്ചെടുത്ത ഫ്ലവറാണ് ഞാൻ ഒടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ മിക്ക വീട്ടിലുണ്ടാവും എക്സോൻ്റെ വിമിൻ്റെ ഒക്കെ പാത്രങ്ങൾ. നമുക്ക് പൊട്ടിയ പാത്രങ്ങൾ, ഞാനിപ്പോൾ യൂസ് ചെയ്ത പാത്രങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഉപയോഗിച്ച് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാച്ചുറൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സോ നാച്ചുറൽ ഫ്ലവേഴ്സോ ആഡ് ചെയ്ത് ദിവസം മാറ്റുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ആരും മറക്കരുത്, ക്രിയേറ്റീവ് മലയാളം എന്നാണ്. ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനലിൻ്റെ പേര് ഇഷ്ടപ്പെട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.